കുരിശ് ക്രൈസ്തവരുടെ അടയാളമാണ്. ക്രൈസ്തവ സാന്നിധ്യത്തെയാണ് കുരിശ് വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ടാണ് ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങളിലുമൊക്കെ കുരിശ് സ്ഥാപിക്കുന്നത്. ക്രൈസ്തവരുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് കുരിശ്. പ്രാർത്ഥനയ്ക്കിടയിൽ കുരിശ് വരയ്ക്കുന്നു, കുരിശ് ധരിക്കുന്നു. കുരിശിൻ്റെ ജീവിതം നയിക്കുന്നവരും ക്രൈസ്തവർക്കിടയിൽ ധാരാളമായിട്ടുണ്ട്. കുരിശിൻ്റെ ജീവിതം എന്നതുകൊണ്ട് ക്രൈസ്തവർ അർത്ഥമാക്കുന്നത് സഹനത്തിൻ്റെ ജീവിതമാണ്. അതായത് കർത്താവായ യേശു കുരിശിൽ സഹിച്ച് മരിച്ചതുകൊണ്ട് മനുഷ്യകുലത്തിന് രക്ഷ കൈവന്നു. അതുപോലെ ജീവിതത്തിലെ ക്ലേശങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർത്ത് വെച്ചാൽ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവമുണ്ടാകും എന്ന ചിന്തയിലാണ് കുരിശിൻ്റെ ജീവിതം നയിക്കുന്നത്. കുരിശ് ക്രൈസ്തവർക്ക് വിശുദ്ധമാണ്. കുരിശ് വിശുദ്ധമാകാൻ കാരണം കർത്താവായ യേശു കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. ക്രൈസ്തവർക്ക് കുരിശ് രക്ഷയുടെ അടയാളം കൂടിയാണ്. യഹൂദരുടെ കാലത്ത് കുരിശ് ശാപമായിട്ടാണ് കരുതിയിരുന്നത്. അതായത് കൊടും കുറ്റവാളികളെ കൊല്ലുന്നതിനുള്ള ഉപകരണമായിരുന്നു കുരിശ്. രണ്ട് തടിക്കഷ്ണങ്ങളെ കൂട്ടിക്കെട്ടി അതിൽ മനുഷ്യൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അവരെ കൊല്ലുന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചതിലൂടെയാണ് കുരിശ് രക്ഷയുടെ അടയാളവും വിശുദ്ധിയുടെ സൂചനയുമായി മാറിയത്. ദൈവശാസ്ത്രപരമായി കുരിശിനെ മരത്തോടാണ് ഉപമിക്കുന്നത്. രണ്ട് മരങ്ങളാണ്. ഒന്ന് ഏദനിലെ ഒരു മരം. ഏദനിലെ ആ മരത്തിൽ നിന്ന് ഖനി ഭക്ഷിച്ചതുകൊണ്ടാണ് ആദിമ മനുഷ്യന് വിശുദ്ധി നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അതിനെ പാപത്തിൻ്റെ മരമായിട്ടാണ് കണക്കാക്കുക. രണ്ടാമത്തെ മരം കാൽവരിയിലാണ്. അത് കുരിശിൻ്റെ മരമാണ്. ആ കുരിശിൻ്റെ മരത്തിൽ കർത്താവ് മരിച്ചു എന്നുള്ളത് കൊണ്ടാണ് അത് രക്ഷയുടെ മരമായി കണക്കാക്കപ്പെടുന്നത്. കുരിശിനെ അനുരജ്ഞനത്തിൻ്റെ അടയാളമായി കരുതുന്നവരുമുണ്ട്. അതായത് പാപം മൂലം സ്വർഗം നഷ്ടപ്പെട്ട മനുഷ്യന് കുരിശ് വഴിയാണ് സ്വർഗം തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ അനുരജ്ഞനപ്പെടുത്തുന്ന ഉപകരണമാണ് കുരിശ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് കുരിശ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരജ്ഞനത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ കുരിശ് മനുഷ്യനും തമ്മിലുള്ള അനുരജ്ഞനത്തിൻ്റെ അടയാളമാണ്. അതായത് കുരിശിൻ്റെ വെർട്ടിക്കൽ മാനവും ഹൊറിസോണ്ടൽ മാനവും പരിഗണിച്ചാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. കുരിശിനോട് അനാദരവ് കാണിക്കുക എന്നാൽ ക്രൈസ്തവരെ അപമാനിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സിനിമയിലും സീരിയലിലും മറ്റ് കലാവിഷ്കാരങ്ങളിലും കുരിശ് അപമതിക്കപ്പെടുന്നതായി കാണുമ്പോൾ ക്രൈസ്തവർ അതിനെതിരെ പ്രതികരിക്കുന്നത്. പല സിനിമകളിലും കൊടും കുറ്റവാളികളും മദ്യപരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമൊക്കെ കുരിശ് ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. അത് കുരിശിനോടും ക്രൈസ്തവരോടുമുള്ള അവഹേളനയായിട്ടാണ് പലരും കണക്കാക്കുക. കുരിശിൻ്റെ മറവിൽ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് നമുക്ക് ജാഗ്രതയുണ്ടാകേണ്ടത് ആവശ്യമാണ്. ചില ക്രൈസ്തവരും ദേവാലയങ്ങൾ പോലും മലമുകളിൽ കുരിശുകൾ സ്ഥാപിക്കുന്ന രീതി കണ്ടുവരുന്നു. കാൽവരിയുടെ ഉച്ചിയിൽ യേശു കുരിശിൽ മരിച്ചതിനെ ഓർമ്മിച്ച് നോമ്പുകാലങ്ങളിലൊക്കെ മല കയറാനുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണത് സ്ഥാപിക്കപ്പെടുന്നത് എങ്കിലും അത് എത്രത്തോളം ആവശ്യമുള്ളതാണ്
എന്ന പുനർവിചാരണ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന കുരിശുകൾ മിക്ക സമയത്തും ആൾപ്പാർപ്പില്ലാത്ത ഇടങ്ങളിൽ അനാഥമായി കിടക്കുകയാണ്. കുരിശ് ആദരിക്കപ്പെടുന്നതിന് പകരം അപമാനിക്കപ്പെടുന്നതിന് ഇടയാകുന്നു. വേറെ ചിലർ നേട്ടങ്ങൾക്ക് വേണ്ടി കുരിശ് വേണ്ടാത്ത ഇടങ്ങളിൽ സ്ഥാപിക്കാറുണ്ട്. റോഡ് വികസനത്തിനോ മറ്റ് പൊതു ആവശ്യങ്ങൾക്കോ ആയി സ്ഥലം ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി കുരിശ് സ്ഥാപിക്കുന്ന ചുരുക്കം ചില ബിരുദന്മാരെയും നമുക്ക് കാണാതിരിക്കാനാവുകയില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ മതനിന്ദയും വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന് പറയേണ്ടി വരുന്നു. കുരിശിൻ്റെ മറവിൽ കുടിയേറ്റം നടത്തുന്നവരെയും കയ്യേറ്റം നടത്തുന്നവരെയും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനാവുകയില്ല. അങ്ങനെ അനധികൃതമായി സ്ഥാപിക്കുന്ന കുരിശ് പരസ്യമായി അപമാനിക്കത്തക്ക വിധത്തിൽ തകർക്കുന്ന രീതിയും ശരിയല്ല. സമീപകാലത്ത് അത്തരത്തിലൊരു സംഭവം കാണാനിട വന്നു. ഒരു സ്ഥലത്ത് കുരിശ് നാട്ടിയത് നിയമവിരുദ്ധമായിട്ടാണെങ്കിലും അത് നീക്കം ചെയ്യുന്നതിലെ അവധാനത പ്രധാനപ്പെട്ടതാണ്. നീക്കം ചെയ്യുന്നത് നിയമാനുസൃതമായിരിക്കാം, എങ്കിലും അത് കുരിശിനെ അവഹേളിക്കുന്ന വിധത്തിലാകാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത നാളിൽ ഒരു കുരിശ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് പിഴുത് നിലത്തിട്ടത് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മതസ്പർദ്ധ സമൂഹത്തിൽ വളരുന്നതിന് ഇടയാക്കും. അതുകൊണ്ട് വിശുദ്ധമായ കുരിശിനെ മുതലെടുപ്പിൻ്റെ ഉപകരണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ വിശ്വാസികളല്ല. അത്തരത്തിലുള്ളവർ ആരായിരുന്നാലും അവർക്ക് പൊതുസമൂഹത്തിൽ സ്വീകാര്യതയും ഉണ്ടാവുകയില്ല.